മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു താരമായിരുന്നു ദിലീപ്. ജനപ്രിയ നായകൻ എന്ന ടൈറ്റിൽ ഏറ്റവും അനുയോജ്യമായിരിക്കുന്ന നായകനും ദിലീപ് തന്നെയായിരുന്നു. നിരവധി വ്യത്യസ്തങ്ങളാർന്ന മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി സിനിമകൾ ദിലീപ് നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. CD മ്യൂസിയം, കല്യാണരാമനും അങ്ങനെ നിരവധി സിനിമകൾ ഇപ്പോഴും റിപ്പീറ്റ് വാല്യൂ അടങ്ങാതെ തന്നെ പ്രേക്ഷക ഹൃദയത്തിൽ ഇടം പിടിച്ച സിനിമകളാണ്. ഒരേപോലെയുള്ള വ്യത്യസ്തങ്ങളായ സിനിമകളും അതുപോലെ തന്നെ വ്യത്യസ്ത അഭിനയ ശൈലികളും അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിന്നു. മമ്മൂട്ടിക്കും മോഹൻലാലിന് പോലും എത്തിപ്പെടാൻ സാധിക്കാത്ത പല റെക്കോർഡുകളും ദിലീപ് സ്വന്തമാക്കി. 2000 തൊട്ട് 2010 വരെയുള്ള വർഷങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹിറ്റ് സിനിമകൾ ദിലീപിന്റെ പേരിലുള്ളതാണ്. അത് മമ്മൂട്ടിക്കും മോഹൻലാലിനും പോലും അവകാശപ്പെടാനുള്ളതല്ല. എന്നാൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പല കാരണങ്ങൾ കൊണ്ടും ഇപ്പോൾ മലയാളി ഹൃദയത്തിൽ നിന്നും ദിലീപിന്റെ സ്ഥാനം ഒരു പിടി താന്നു എന്ന് പറയേണ്ടി വരും. ഒരു പ്രശസ്ത നടിയുമായുള്ള കേസിന്റെ പേരിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതം തന്നെ അവസാനിക്കേണ്ട അവസ്ഥ എത്തി എന്നും ഹേറ്റേഴ്സ് പറയുന്നുണ്ട്. എന്നാൽ പോലും അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സിനിമ പ്രിൻസ് ആൻഡ് ഫാമിലി ഇപ്പോൾ വിജയകരമായി തന്നെ തിയേറ്ററുകളിൽ നിറഞ്ഞാടുകയാണ്. വ്യത്യസ്തമായ രണ്ടഭിപ്രായമുള്ള സിനിമയ്ക്ക് ഹേറ്റേഴ്സും അതുപോലെ തന്നെ ആരാധകരുമുണ്ട്. എന്നാൽ ഇപ്പോൾ ഹേറ്റേഴ്സിന്റെ കമന്റുകൾ ദിലീപ് എന്ന വ്യക്തിക്കെതിരെ വളരെ മോശമായ രീതിയിൽ തന്നെ വ്യാപിക്കുന്നുണ്ട്. അദ്ദേഹത്തിനെതിരെ ശക്തമായ രീതിയിൽ തന്നെ പ്രതികരിക്കുന്ന ഹേറ്റേഴ്സ് എന്ത് ഉദ്ദേശത്തോടെയാണ് ഒരു സിനിമയെ ഇല്ലാതാക്കുന്നത് എന്നുള്ളതും വ്യക്തമാകുന്നില്ല. പല രീതിയിലുള്ള കമന്റുകളാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെയധികം വർദ്ധിച്ചു വരുന്നത്. ദിലീപ് എന്ന വ്യക്തിയെ ഏത് രീതിയിലും മോശക്കാരനാക്കി മാറ്റാനുള്ള ഒരു കുതന്ത്രമായ പദ്ധതിയാണോ ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത് എന്നുള്ളതും വ്യക്തമാകുന്നില്ല. തീർച്ചയായും മലയാള സിനിമയിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്ന വ്യക്തി കൂടിയായിരുന്നു ദിലീപ്. വ്യത്യസ്തങ്ങളായ നർമ്മഫലിതമായ സിനിമകൾ കൊണ്ടുവരുന്നതിന് അദ്ദേഹം എപ്പോഴും പരിശ്രമിക്കുമായിരുന്നു. എന്നാൽ അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്ന സിനിമകൾക്ക് വളരെ രൂക്ഷമായ രീതിയിൽ തന്നെ വിമർശനങ്ങൾ കൂട്ടിവരികയാണ്. നല്ല സിനിമകൾ ചെയ്താൽ പോലും അത് പ്രേക്ഷകർ അംഗീകരിക്കാത്ത ഒരു സൈബർ അറ്റാക്കിന് വേണ്ടി മാത്രം ആളുകൾ ഒരുങ്ങിയിരിക്കുന്ന ഒരു പ്രവണത ഇപ്പോൾ സിനിമയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നുള്ളതായും ഇപ്പോൾ കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് പോലും വ്യക്തമാവുന്നില്ല. ഇതിന്റെ പിന്നിൽ ആരുടെ കളികളാണെന്നുള്ളത് വ്യക്തമാവുന്നില്ല. പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമ തിയേറ്ററുകളിൽ നിറഞ്ഞാടുമ്പോൾ അദ്ദേഹം അതിന്റെ സക്സസ്ഫുൾ ഫോട്ടോസ് എല്ലാം ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെക്കുന്നുണ്ടായിരുന്നു. ആ ഫോട്ടോയ്ക്ക് താഴെ വളരെ മോശമായ രീതിയിൽ സിനിമയെ പറ്റിയും ദിലീപ് എന്ന വ്യക്തിയെ പറ്റിയും അദ്ദേഹത്തിന്റെ കുടുംബത്തെ പറ്റിയും വളരെ മോശമായി തന്നെ കമന്റുകൾ ഇടുന്ന നിരവധി ആളുകൾ വരുന്നുണ്ട്. എന്തായാലും വളരെ മോശം പ്രവണത തന്നെയാണിത്. ഇതിനെതിരെ ശക്തമായി തന്നെ ദിലീപ് പ്രതികരിക്കുമോ എന്നെല്ലാം കണ്ടു തന്നെ അറിയേണ്ടി വരും. ഈ കഴിഞ്ഞ മെയ് 10 ദിലീപ് ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലി റിലീസ് ചെയ്തത്. ദിലീപിന്റെ 150ാമത്തെ ചിത്രമായിരുന്നു ഇത്. ജനഗണമന, മലയാളി ഫ്രം ഇന്ത്യ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഹാരിസ് മുഹമ്മദ് രചന നിർവഹിച്ച ചിത്രം ബിൻഡു സ്റ്റീഫനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. സിനിമയ്ക്ക് ഇപ്പോഴും വ്യത്യസ്തമായ പ്രതികരണമാണ് തിയേറ്ററിൽ നിന്നും ലഭിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ സിനിമ റിലീസ് ചെയ്ത് ഒരാഴ്ച പിന്നിടുമ്പോഴും തിയേറ്ററുകളിൽ ഇപ്പോഴും സിനിമ ഹൗസ്ഫുൾ ആയി തന്നെ നിറഞ്ഞാടുകയാണ്. നടൻ ദിലീപ് ഹൗസ്ഫുൾ പോസ്റ്റർ ഫേസ്ബുക്കിൽ പങ്കുവെക്കുകയും വിവിധ തിയേറ്റർ വിസിറ്റുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പോസ്റ്റിന് താഴെ സിനിമയെ പുകഴ്ത്തിയും വിമർശിച്ചും കുറ്റം പറഞ്ഞും നിരവധി കമന്റുകൾ നിറയുകയാണ്. സിനിമ കുടുംബ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നാണ് നടനെ അനുകൂലിച്ചുകൊണ്ടുള്ള കുറിപ്പുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗുഡ് മൂവി ദിലീപിന്റെ സിനിമകൾക്ക് ഒരു പ്രത്യേക ജനപ്രീതിയുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബ പ്രേക്ഷകരുടെയും സാധാരണക്കാരുടെയും ആകർഷിക്കുന്ന സിനിമകളാണ് ദിലീപിൻ്റെത് എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജനപ്രിയ നായകൻ എന്ന ടൈറ്റിലും സ്വന്തമായി ലഭിച്ചിട്ടുണ്ട്. തന്റെ തനതായ ശൈലികളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും ദിലീപ് ഇന്നും പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി നിലനിൽക്കുന്ന കാലം മാറിയാലും ദിലീപ് എന്ന ജനപ്രിയ നായകന് മലയാള സിനിമയിൽ ഒരു പ്രത്യേക സ്ഥാനം ഓരോരുത്തരും കുറിച്ചു നൽകി. കുട്ടികൾക്കും ഫാമിലിക്കും അവധിക്കാലം അടിച്ചു പൊളിക്കാൻ പറ്റിയ സിനിമ പ്രിൻസ് ആൻഡ് ഫാമിലി. മറ്റൊരാളും കമന്റ് ചെയ്തു. ഞാൻ കണ്ടു, സത്യം പറയാലോ മുതൽ ഭാഗം തൊട്ട് ചിരിച്ച് പണി വരും. പഴയ ഏട്ടന് കിട്ടിയ ഫീൽ, പിന്നെ ലാസ്റ്റ് ടൈം കരയാനും ഉണ്ട്. വേറൊരു കമന്റിൽ പറയുന്നു, ദിലീപിനെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയാണ്. ഹൗസ്ഫുൾ ആണെന്നത് വെറും PR മാത്രമാണെന്നും ഇത്തരം പ്രൊമോഷന് വേണ്ടി ലക്ഷങ്ങൾ നടൻ ചെലവാക്കിയിട്ടുണ്ടെന്നും ചിലർ കുറ്റപ്പെടുത്തുന്നുണ്ട്. 40 പേരുണ്ടാകും, ഹൗസ്ഫുൾ ആണ്. പരസ്യത്തിന് എത്ര കോടിയാണ് ഇവർ ചെലവിടുന്നത്? ഈശ്വര രക്ഷതു. ആ 2 നടിമാരുടെ ശാപം ഒരാൾ കമന്റ് ചെയ്തു. അങ്ങനെ പല രീതിയിലുള്ള കമന്റുകളാണ് ജനപ്രിയ നായകനെതിരെ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ വൈറലാകുന്നത്. ചില കമന്റുകൾ ഇങ്ങനെയാണ്: കയ്യിലിരിപ്പ് കൊണ്ട് ഫിലിം ഇൻഡസ്ട്രിയിലെ സ്ഥാനം, ജനഹൃദയങ്ങളുടെ സ്ഥാനവും നഷ്ടപ്പെട്ടു കഴിഞ്ഞു.
തന്റെ സിനിമ ജനങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി ഇപ്പോൾ ഇരിക്കേണ്ട അവസ്ഥ വന്നയാൾ. ദിലീപേട്ടൻ പടമായതുകൊണ്ട് മാത്രം കാണാൻ പോയി, പക്ഷേ നിരാശയായിരുന്നു. സ്ക്രിപ്റ്റ് വളരെ മോശം. ആ പഴയ ദിലീപേട്ടനെ സൂപ്പർ ഹീറോ നായക ദിലീപേട്ടന് ചേരില്ല. നല്ല സ്ക്രിപ്റ്റും നല്ല ആക്ടേഴ്സുമുള്ള പടം മാത്രം സെലക്ട് ചെയ്യണം. ഓൾഡ് ഈസ് ഗോൾഡ്. മകളെ അമ്മയുടെ അടുത്ത് നിന്നും അകറ്റിയ ദുഷ്ടൻ. നിന്റെ പടം ഒരിക്കലും കാണില്ല. 13 വയസ്സുള്ള കുട്ടിക്ക് എത്ര അറിവുണ്ട്, പാവം കുട്ടി. ഏതൊക്കെ തിയേറ്ററിൽ എന്ന് കൂടി പറ. ഞങ്ങളുടെ നാട്ടിലെ തിയേറ്ററിലേക്ക് ആകെ കൂടെ ഉള്ളത് ഒരു ഷോ മാത്രമാണ്. ബാക്കിയുള്ളതൊക്കെ തുടരെ മൂവി തൂക്കി. ഇയാൾ ഇപ്പോഴും 2000 കാലഘട്ടത്തിലാണോ? ഇജാതി വളിച്ച കോമഡി. ഇങ്ങനെ പോകുന്നു സിനിമയ്ക്കെതിരെയുള്ള രൂക്ഷമായ വിമർശനങ്ങൾ. അതേസമയം സിനിമയ്ക്ക് ഇതുവരെ ലഭിച്ച കളക്ഷൻ 11.73 കോടിയും നെറ്റ് കളക്ഷൻ 10.41 കോടിയുമാണ്. വേനലവധി കഴിയാൻ ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ടെന്നതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ കളക്ഷൻ കുത്തനെ ഉയരുമെന്ന പ്രതീക്ഷയിലാണ് പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ അണിയറ പ്രവർത്തകർ.